ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രൗൺ ഗേൾ. ഇന്ന് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു ചക്കയും പുട്ടുമാണ്. അതിനാദ്യമേ നമ്മൾക്ക് ചക്ക ചെറുതായി മുറിച്ചെടുത്തു അത് കുറച്ച് വെള്ളമിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചക്ക നല്ലപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടം കൂടുതൽ വേണോ കുറവ് വേണോ അതോ പഞ്ചസാര വേണമോ ശർക്കര വേണമോ എന്ന് നിങ്ങൾക്ക് നോക്കിയിട്ടിടാം. എനിക്കിവിടെ പഞ്ചസാരയാണ് ഇഷ്ടം ശർക്കരയേക്കാളും. അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർത്തു. പഞ്ചസാര തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഒന്നാം പാല് രണ്ടാം പാലൊന്നും വേറെയാക്കി എടുത്തിട്ടില്ല, രണ്ടും കൂടെ ഒന്നിച്ചാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. കൂടെ 3-4 ഏലക്കയും കുറച്ച് ജീരകപ്പൊടിയും. ജീരകപ്പൊടി വലിയ താല്പര്യമില്ല ഇവിടെ, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറവാണ് ഇടുന്നത്. ചക്ക ആയതുകൊണ്ടാണ് ജീരകപ്പൊടി ഇടുന്നത്. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ചേർക്കാം. എന്നിട്ട് ഒരു ചക്ക പായസമെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഇത് നമ്മൾ പുട്ട് തനിയെ ഉണ്ടാക്കിയിട്ട് പുട്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പുട്ടിൻ്റെ കൂടെ ഫില്ല് ചെയ്തിട്ട് വേവിക്കുന്നതല്ല ഇത്. തുറന്നു വെച്ച് കുറച്ച് നേരം നേരിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. സോൾട്ട്, sugar, water, ഉപ്പും പഞ്ചസാരയും പീരയും വെള്ളവും കൂടെ ആദ്യം തിരുമ്മി അതിൻ്റെ പാലൊന്ന് വരുന്ന പോലെ ചെറുതായിട്ടൊന്ന് തിരുമ്മി എടുക്കുക. ഇനി നമുക്ക് കുറച്ചായിട്ട് പൊടിയിട്ട് തുടങ്ങാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പൊടി അതിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിലുള്ള പൊടി എടുത്തു. പതിയെ അത് ഇനി നമ്മൾക്കതിനെ പതിയെ ഒന്ന് ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം അത് തികയത്തില്ല. ഇനി നമ്മൾ സാവധാനം വെള്ളം കൊടുത്ത് എല്ലായിടത്തേക്കും അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിനെ കൈകൊണ്ട് ആ വെള്ളം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാം. ഇട്ട വെള്ളം തികയത്തില്ല, ഇനിയും ഇടേണ്ടി വരും. വെള്ളം തളിക്കുക എന്ന് പറയും, ഒന്നിച്ചൊഴിക്കരുത്, കുറച്ച് ഇങ്ങനെ തളിച്ച് നമുക്ക് നനച്ചു. നമുക്ക് നമ്മളുടെ പുട്ടുപൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് പിടിച്ചു. ഇനി നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതായത് ഇങ്ങനെ വരും, പൊടിയാതെ വരണം. ഇതാണ് ഇപ്പോൾ കറക്റ്റ്. പക്ഷെ എന്നാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകാൻ വേണം. ഇതിൽ നമ്മൾ കുറച്ച് പീര ഇട്ടിട്ടുള്ള, അത് നിങ്ങളുടെ ഇഷ്ടം എന്തോരം പീര ഇടണം, പീര ഇടണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ബാക്കിയുള്ള പീര നമ്മൾ ഇത് ചുടാൻ നേരത്ത് ഇടാം.